കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. 138 സങ്കീർത്തനം, അതിൻ്റെ 3-ാമത് വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 138 സങ്കീർത്തനം. അവിടെ വായിക്കുന്ന ശ്രദ്ധിച്ച്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? അപ്പം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം തരുന്നു. അത് മാത്രമല്ല പറയുന്നത്, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ബലം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ബലം, ഇല്ലെങ്കിൽ ശാരീരിക ബലം, ഇല്ലെങ്കിൽ മാനസിക ബലം നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, അല്ലേ? പലപ്പോഴും നമ്മുടെ ആത്മീക മേഖലകൾക്ക് വിരോധമായി പോരാടുന്ന സാത്താന്യ മേഖലകളുണ്ട്, സാത്താന്യ ശക്തികളുണ്ട്. ഒരിക്കലും ദൃശ്യതലത്തിൽ മാനുഷികമായിട്ട് നമ്മുടെ ആത്മമണ്ഡലങ്ങൾക്കെതിരെ പോരാടുവാൻ ഒരിക്കലും മനുഷ്യന് കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ അദൃശ്യ ശക്തികളായ ഇരുട്ടിന്റെ ശക്തികൾക്ക്, ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക്, ആത്മമണ്ഡലങ്ങൾക്ക് വിരോധമായി പ്രവർത്തിപ്പാൻ കഴിയും. അങ്ങനെ സാധ്യതകളുള്ള മേഖലകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ മാനസിക മേഖലകളെ തളർത്തുവാൻ തക്കവണ്ണം പിശാച് പലപ്പോഴും ഉപയോഗിക്കുന്നത് പല മനുഷ്യരായിരിക്കും, അല്ലെ? പല വ്യക്തികളായിരിക്കും. ഒരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരോ, നമ്മൾ കൂടെ നിൽക്കുന്നവരോ, ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തരം നിന്നുന്നവരോ, ഇല്ലെങ്കിൽ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്നവരോ. ഇല്ല, ദാവീദൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അല്ലേ? എൻ്റെ അപ്പം തിന്നവനും എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ എന്ത് ചെയ്തു? കുതികാല് ഉയർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ദാവീദിന്റെ വാചകങ്ങൾ നമുക്കറിയാം. പ്രൈസ്. അപ്പോൾ അത്രയ്ക്കും നമ്മളെ തകർക്കുവാൻ, നമ്മളെ മാനസികമായി ഉടച്ചു കളയുവാൻ തക്കവണ്ണം പിശാച് പലപ്പോഴും കരങ്ങളിലെടുക്കുന്നത് മനുഷ്യരായിരിക്കും. ഒരുപക്ഷെ സ്നേഹിതരാകാം, ഇല്ലെങ്കിൽ സ്നേഹിതരല്ലാതെയാകാം. ഒരുപക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു അറിവുമില്ലാത്തവർ, ഇല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർ, നമ്മളെക്കുറിച്ച് ആഴമായി ഗ്രഹിപ്പാൻ കഴിയാത്തവർ പലപ്പോഴും നമുക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വരും. സ്തോത്രം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. സ്തോത്രം. അങ്ങനെ നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ ബലം ചോർന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ബൈബിൾ പറയുന്നു, നമ്മെ ധൈര്യപ്പെടുത്തി, നമ്മെ ബലപ്പെടുത്തി സ്തോത്രം എന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ധൈര്യപ്പെട്ടു മനം കലങ്ങി, ഉള്ളം കലങ്ങി, ഉള്ളിനകത്തുള്ള ശക്തി ചോർന്നുപോയി സ്തോത്രം എന്നുള്ള ചിന്തകൾ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ അടുക്കൽ ഈ പ്രഭാതത്തിൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകും. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കും. നിങ്ങളുടെ അകത്ത് ദൈവം ഒരു ബലം നൽകുവാൻ വേണ്ടി പോകുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ശത്രുവിൻ്റെ പദ്ധതികളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.